നമ്മളുടനെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. നമ്മൾ പ്രാർത്ഥനയുടെ വെളിപാടിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ 2566 ഖണ്ഡികയിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് മനുഷ്യൻ ദൈവത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ്. സൃഷ്ടികർമ്മത്തിലൂടെ ദൈവം ഓരോ സത്തയെയും ശൂന്യതയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് വിളിക്കുന്നു. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കി മനുഷ്യൻ ദൈവത്തിൻ്റെ മകുടമാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ. പിന്നെ നമ്മൾ മനസ്സിലാക്കി ദൈവമായിട്ടുള്ള തൻ്റെ സാദൃശ്യം പാപം വഴി നഷ്ടപ്പെടുത്തിയതിന് ശേഷവും മനുഷ്യൻ സൃഷ്ടാവിൻ്റെ ഛായയായി തുടരുന്നു. ഛായ നഷ്ടപ്പെടുന്നില്ല. എന്താണ് ഛായ? വ്യക്തിത്വമാണ്. എന്താണ് സാദൃശ്യം? ആത്മീയവും അനശ്വരതയുമാണ്. തന്നെ അസ്തിത്വത്തിലേക്ക് വിളിച്ച ദൈവത്തിന് വേണ്ടിയുള്ള ആഗ്രഹം അവൻ നിലനിർത്തുന്നു. ദൈവത്തെ പ്രതിയുള്ള മനുഷ്യൻ്റെ സത്താപരമായ അന്വേഷണത്തിന് എല്ലാ മതങ്ങളും സാക്ഷ്യം വഹിക്കുന്നു. 2567 ദൈവമാണ് ആദ്യം മനുഷ്യനെ വിളിക്കുന്നത്. ഉണ്ടോ? വീണ്ടും മുമ്പ് നമ്മൾ കേട്ടു മനുഷ്യൻ ദൈവത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പറയാണ് ദൈവമാണ് ആദ്യം മനുഷ്യനെ വിളിക്കുന്നത്. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചിന്തിച്ചത്. ദൈവം മനുഷ്യനെ തേടി കിണറ്റിങ്കരയിൽ വരുന്നു. പ്രാർത്ഥന എന്ന മഹാവിസ്മയം ഈശോ കിണറ്റിങ്കരയിൽ വരുന്നു. കിണറ്റിങ്കരയിൽ വെച്ച് അനാവൃതമായി. കണ്ടോ? എവിടെ വെച്ചാണ് ദൈവം ആദ്യം മനുഷ്യനെ വിളിക്കുന്നത്? മനുഷ്യൻ സൃഷ്ടാവിനെ വിസ്മയിക്കുകയോ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടി ഒളിക്കുകയോ വിഗ്രഹങ്ങളുടെ പുറകെ പോവുകയോ തന്നെ കൈവെടിഞ്ഞതിന് ദൈവത്തിനെതിരെ കുറ്റാരോപണം നടത്തുകയോ ചെയ്തെന്ന് വരാം. മനസ്സിലായോ? ആദത്തിനോട് കർത്താവ് പറഞ്ഞു, നീ എന്താ ചെയ്തേ? നീ എന്തിനാണ് ഞാൻ ഭക്ഷിക്കേണ്ടെന്ന് പറഞ്ഞ് ഭക്ഷിച്ചത്? ഉടനെ കർത്താവിനോടൊരു ചാടിക്കറ്റ്. അത് അങ്ങ് തന്ന ആ പെണ്ണാണ് ഈ പ്രശ്നത്തിൻ്റെയൊക്കെ കാരണം. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്താലും സൃഷ്ടാവിനെ വിസ്മരിക്കുകയോ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടി ഒളിക്കുകയോ വിഗ്രഹങ്ങളുടെ പുറകെ പോവുകയോ തന്നെ കൈവിടിഞ്ഞതിന് ദൈവത്തിനെതിരെ കുറ്റാരോപണം നടത്തുകയോ ചെയ്തെന്ന് വരാം. ഇതൊക്കെ സംഭവിക്കാം. എന്നാൽ പോലും ജീവിക്കുന്നവനായ സത്യദൈവം പ്രാർത്ഥനയാകുന്ന നിഗൂഢ സമാഗമത്തിന് എല്ലാ മനുഷ്യരെയും അക്ഷീണം ക്ഷണിക്കുന്നു. എന്നാൽ പോലും ജീവിക്കുന്നവനായ സത്യദൈവം, അതാണ് പ്രാർത്ഥനയാകുന്ന നിഗൂഢ സമാഗമത്തിന് എല്ലാ മനുഷ്യരെയും അക്ഷീണം ക്ഷണിക്കുന്നു. വിശ്വസ്തനായ ദൈവത്തിൻ്റെ സ്നേഹപൂർവകമായ മുൻകൈയെടുക്കലാണ് പ്രാർത്ഥനയിൽ ആദ്യം സംഭവിക്കുന്നത്. മുൻകൈയെടുക്കൽ എന്നുള്ളത് നമ്മളെ മലയാളത്തിൽ പ്രാരംഭം അല്ലെങ്കിൽ പ്രാരംഭ കൂദാശകളെന്നോ എല്ലാം ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷേ മുൻകൈയെടുക്കലാണ് ഏറ്റവും നല്ല ഒരു വാക്ക്. മുൻകൈയെടുക്കൽ. ദൈവവും എല്ലാ കൂദാശകളിലും കണ്ടോ, ആദ്യത്തെ 3 കൂദാശകൾ പ്രാരംഭ കൂദാശകൾ എന്ന് പറയാം, പ്രവേശന കൂദാശകൾ എന്ന് പറയാം, ഇനിഷ്യേഷൻ സാക്രമെൻറ്റ്. അപ്പോൾ ജീവിക്കുന്നവനായ സത്യദൈവം പ്രാർത്ഥനയാകുന്ന നിഗൂഢ സമാഗമത്തിന്, ആ ദൈവവും മനുഷ്യനുമായ ഒന്നാകൽ, ആ നിഗൂഢ സമാഗമം നിഗൂഢാത്മകമാണ്. അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞാലോ
ഭാഷകൾ കൊണ്ട് പറഞ്ഞാലോ ഒന്നും അല്ല. അത് ശരിക്കും അനുഭവമാകണം. അനുഭവമാണ് സ്നേഹമുള്ളവരെ. ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു അനുഭവമാണ്. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്, ക്രിസ്തീയത എന്ന് പറയുന്നത്, ക്രിസ്തു മതം എന്ന് പറയുന്നത് ഒരു വലിയ ബൃഹത്തായ സംഘടനയോ ഒരു വലിയ പ്രസ്ഥാനമോ അതിൻ്റെ കുറേ ചട്ടങ്ങളോ നിയമങ്ങളോ അതൊന്നുമല്ല. ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തി. 426 മതബോധനത്തിൻ്റെ മതബോധനത്തിൻ്റെ അന്തസത്തയായി നാം കാണുന്നത് ഒരു വ്യക്തിയെയാണ്. നസ്രത്തിൽ നിന്നുള്ള യേശു എന്ന വ്യക്തിയെ, പിതാവിൽ നിന്നുള്ള ഏകപുത്രനായ അവിടുന്ന് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു, മരിച്ചു, ഉത്ഥാനശേഷം ഇപ്പോൾ നമ്മോടൊത്ത് എപ്പോഴും വസിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എന്നും ജീവിക്കുന്നവനായ സത്യദൈവം പ്രാർത്ഥനയാകുന്ന നിഗൂഢ സമാഗമത്തിന് എല്ലാ മനുഷ്യരെയും അക്ഷീണം ക്ഷണിക്കുന്നു. വിശ്വസ്തനായ ദൈവത്തിൻ്റെ സ്നേഹപൂർവകമായ മുൻകൈയെടുക്കലാണ് പ്രാർത്ഥനയിൽ ആദ്യം സംഭവിക്കുന്നത്. അതിനുള്ള പ്രത്യുത്തരമാണ് മനുഷ്യൻ്റെ പ്രാർത്ഥന. നമ്മൾ കേട്ടു, നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മെപ്പറ്റി ദൈവത്തിനുള്ള ആഗ്രഹത്തിൻ്റെ അഗാധതയിൽ നിന്നുയരുന്നതാണ് അവിടുത്തെ അഭ്യർത്ഥന. നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന. 2560 ഇപ്പോൾ എഴുതണമെന്നില്ല, അത് പഴയത് വായിച്ചതാണ്. നമ്മൾ അതിനുള്ള പ്രത്യുത്തരമാണ് മനുഷ്യൻ്റെ പ്രാർത്ഥന. ദൈവം ക്രമേണ സ്വയം വെളിപ്പെടുത്തുകയും മനുഷ്യനെ അവർ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതിന് ആനുപാതികമായി പ്രാർത്ഥന ഒരു തരം പരസ്പരാഹ്വാനമായി, ഉടമ്പടിയുടെ നാടകമായി കാണപ്പെടുന്നു. വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഈ നാടകം ഹൃദയത്തെ ആകർഷിക്കുന്നു. രക്ഷാചരിത്രത്തിലുടനീളം ഈ പ്രക്രിയ തുടരുന്നു. പ്രൈസ് ദ ലോർഡ്. മനുഷ്യൻ്റെ പ്രാർത്ഥന, അതിനുള്ള പ്രത്യുത്തരമാണ് മനുഷ്യൻ്റെ പ്രാർത്ഥന. ദൈവം ക്രമേണ സ്വയം വെളിപ്പെടുത്തുകയും, അതാണ് നമ്മൾ ഈ മതബോധനത്തിൻ്റെ ആദ്യ ഭാഗത്ത്, അതിനകത്തേക്ക് ഇപ്പോൾ നമ്മളെ കൊണ്ടുപോകും. അതാണ് 142 കണ്ണികൾ. ദൈവം ക്രമേണ സ്വയം വെളിപ്പെടുത്തുകയും മനുഷ്യനെ അവന് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള വെളിപാട്. 2, മനുഷ്യന് അവനെക്കുറിച്ചുള്ള വെളിപാട്. ആരാണ് നീ ആരാണെന്നും നിന്നിൽ ആരാണെന്നും അറിഞ്ഞാൽ നീ ഈ ലോകത്തെ തകിടം മറിക്കും. എന്തുകൊണ്ടാണ് മനുഷ്യൻ വളരെ ഭയാനകമായ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്? ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിഭയാനകമായ കാര്യങ്ങൾ ചെയ്യുന്നു, നമുക്കിവിടെ പറയാൻ പോലും പറ്റില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. കാരണം മനുഷ്യനെ തന്നെ അവൻ അറിയുന്നില്ല, അവൻ ആരാണെന്നറിയുന്നില്ല, അവനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളില്ല. അതുപോലെ തന്നെ വലിയ നിരീശ്വരവാദങ്ങളും, നമ്മളോട് പലരും വളരെ ശക്തമായി ദൈവത്തിനെതിരായി, ദൈവമില്ല എന്ന് പറഞ്ഞും ദൈവത്തെ എവിടെയെന്ന് കാണിച്ചതായെന്നും, എന്തുകൊണ്ട് ഇത്രയും വലിയ ഈ മഹാമാരി ഉണ്ടായിട്ട് ലോകം മുഴുവനും പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്താ കേൾക്കാത്ത, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളോട് തട്ടുത്തരം ചോദിക്കുന്നവർ എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. അവരെ തന്നെ അറിയുന്നില്ല, ദൈവത്തെയും അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും ദൈവം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ദൈവം തന്നെയാണ് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നത്, ദൈവം തന്നെയാണ് നമ്മെ നമുക്ക് വെളിപ്പെടുത്തുന്നത്. അതാണ് പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന വലിയൊരു കാര്യം. ക്രമേണ സ്വയം വെളിപ്പെടുത്തുകയും, കണ്ടോ, ഇതൊക്കെ വായിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വായിച്ചു പോകണം. എങ്ങനെയാണ് ദൈവം സ്വയം നമുക്ക് വെളിപ്പെടുത്തുന്നു. ഇനി അടുത്തത്, മനുഷ്യനെ അവന് തന്നെ വെളിപ്പെടുത്തുകയും. ആര് വെളിപ്പെടുത്തും? ദൈവം തന്നെ. രണ്ടും ദൈവം തന്നെയാണ് ചെയ്യുന്നത്.
ചെയ്യുന്നതിന് ആനുപാതികമായി പ്രാർത്ഥന ഒരുതരം പരസ്പരാഹ്വാനമായി ഉടമ്പടിയുടെ നാടകമായി കാണപ്പെടുന്നു. നിലവിൽ സഹോദരി എനിക്കൊരു സന്ദേശം തന്ന് ചോദിച്ചു, ബ്രദറെ, ഞാൻ ഇന്നിന്ന മാതിരി ഒരു മെഡിറ്റേഷൻ യൂട്യൂബിലൂടെ കേട്ടിട്ട് അതിനോടൊന്ന് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ അവൾ ഒരുപാട് ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നൊരു സഹോദരിയാണ്. ഞാൻ പറഞ്ഞു, അതെല്ലാം ചെയ്യുന്ന ആഴ്ച തെറ്റൊന്നുമില്ല, അതൊക്കെ ഒരു പ്രാരംഭക്കാർക്കേ ആവശ്യമുള്ളൂ. നീ ഇത്രയും വളർന്ന് വിശ്വാസത്തിൽ ഇത്രയും വളർന്ന് നിൻ്റെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു എന്ന് നിനക്കറിയില്ലേ? നീ ദൈവത്തിൻ്റെ ആലയമാണെന്നും നിനക്കറിയില്ലേ? ഇനി നിനക്ക് വേറെ എന്തെങ്കിലും ഒരു സംഭവം വേണോ ഒന്ന് പ്രാർത്ഥിക്കാൻ? നീ നിന്നിൽ വസിക്കുന്ന ദൈവത്തോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ ആരംഭിക്കൂ. ഒരു സ്വർഗസ്ഥനായ പിതാവ് കുഞ്ഞുനാൾ മുതലേ പഠിച്ചിട്ടുള്ളതല്ലേ? അത് ഒന്ന് സാവധാനം ചൊല്ലി ആ പിതാവിൻ്റെ വാത്സല്യം ഒന്ന് അനുഭവിക്കൂ. അപ്പോൾ നമ്മൾ ആ സമയത്ത് എല്ലാം ഓഫ് ചെയ്ത് വെച്ച് ഒരു യൂട്യൂബ് ഒന്നും കാണാതെ ഒരു ആരുടെയും മറ്റൊരാളുടെ ഒരു നയിക്കൽ പലരും പറയാറുണ്ട്, ബ്രദർ ആ പേഴ്സണൽ ബ്രദർ ഒന്ന് ഓഡിയോ ആയിട്ടൊന്ന് കേൾപ്പിച്ച് അത് കേട്ടിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, അതല്ല വേണ്ടത്. ഞാൻ തന്ന പേഴ്സണൽ പേർ ഒരു ഐഡിയ മാത്രമാണ്. അത് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രാർത്ഥനയിൽ നയിക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ ആത്മാവ്, നിങ്ങളിൽ വസിക്കുന്ന ദൈവം നിങ്ങളെ നയിക്കും. നിങ്ങളൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി. എല്ലാം ഓഫ് ചെയ്ത് കുറച്ച് സമയം ആ ദൈവത്തെ ഒന്ന് ഓർത്തുകൊണ്ട് ദൈവം നമ്മളിൽ വസിക്കുന്ന അവസ്ഥയെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് ചെല്ലണം. അതിനുവേണ്ടി അല്പസമയം ഇരിക്കണം. ധൃതി പിടിക്കരുത്. ചിലപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഉറങ്ങിപ്പോവാണെങ്കിൽ ഉറങ്ങിപ്പോട്ടെ, പക്ഷേ അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇരിക്കി. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാണ്, പ്രാർത്ഥന ഒരുതരം പരസ്പരാഹ്വാനമായി ഉടമ്പടിയുടെ നാടകമായി. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് സമാധാനമായി. അവൾ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. കാണപ്പെടുന്നു വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഈ നാടകം ഹൃദയത്തെ ആകർഷിക്കുന്നു. ഈ നാടകം എന്ന് പറയുന്നത് വലിയൊരു രഹസ്യമാണത്. വലിയൊരു രഹസ്യമാണ്. അത് ഹൃദയത്തെ ആകർഷിക്കുന്നു. രക്ഷാചരിത്രത്തിലുടനീളം ഈ പ്രക്രിയ തുടരുന്നു. അപ്പോൾ ബൈബിളിൽ ആരംഭം മുതൽ നമ്മൾ കാണുന്നത് എന്താണ്? ഇപ്പോൾ ദൈവസ്വരം, പലപ്പോഴും ഞാൻ ദൈവസ്വരം കേൾക്കുന്നതിനെക്കുറിച്ച് പറയാറുള്ളപ്പോൾ നമ്മൾക്കുണ്ടാകാവുന്ന ഒരു സംശയമാണ്, ഞാനൊക്കെ കേൾക്കുമോ? അതൊക്കെ വലിയ വലിയ ആളുകൾക്കുള്ളതല്ലേ? ഞങ്ങളൊക്കെ കേൾക്കുമോ? ഞങ്ങൾ പാപിയാണ്, ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങൾ ബലഹീനരാണ്. പക്ഷേ ആദ്യം ദൈവസ്വരം കേട്ടത് ആരാ? പാപം ചെയ്ത് ഓടി ഒളിച്ചിരിക്കുന്ന ആദം, ദൈവത്തെ ഭയന്ന് അകന്നിരിക്കുന്ന ആദമാണ് ആദ്യം സ്വരം കേൾക്കുന്നത്. എന്നിട്ട് ആദം പറയാൻ, അതെ ദൈവം നമ്മളെ അന്വേഷിച്ച് വരുന്നുണ്ട്, എനിക്ക് അവിടുത്തെ കാലൊച്ചകൾ കേൾക്കാം എന്ന് പറയല്ല. അപ്പോഴേക്കും സ്വരം ശരിക്ക് കേൾക്കാൻ തുടങ്ങി. അടുത്ത 2568 പറയണതാണ്, നിങ്ങളെവിടെയാണ്? കണ്ടോ, മനുഷ്യൻ ദൈവവുമായിട്ട് ലംഘിച്ചു പോയാലും ദൈവം അവൻ്റെ പുറകെ നടക്കുന്ന ഒരു കാമുകനെ പോലെ അവൻ്റെ പുറകെ നടക്കുന്നു എന്ന് നമ്മൾ പറയുന്നതാണ്. ഇനി നമ്മൾ ഈ പാരഗ്രാഫിൻ്റെ 2:30 142 30 നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഒന്ന് പെട്ടെന്ന് വായിച്ചു പോയാൽ മതി, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ദൈവിക വെളിപാടുകളെക്കുറിച്ചുള്ളതാണ്. 30 കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയങ്ങൾ ആഹ്ലാദിക്കട്ടെ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയങ്ങൾ ആഹ്ലാദിക്കട്ടെ. 30 ദൈവത്തെ വിസ്മരിക്കുവാനും നിരസിക്കുവാനും മനുഷ്യന് കഴിയുമെങ്കിലും, കണ്ടോ, ഇതൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. ജീവനും സൗഭാഗ്യവും കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെ അന്വേഷിക്കുന്നതിനായി ദൈവം ഓരോ മനുഷ്യനെയും വിളിക്കുന്നതിൽ നിന്ന് വിരമിക്കുന്നില്ല. മകനെ, നീ എവിടെയാണ്? ഇപ്പോൾ നമ്മൾ ഈ ഞായറാഴ്ചത്തെ മാർപ്പാപ്പയുടെ പ്രസംഗത്തിൽ കേട്ടു, അപ്പസ്തോലന്മാർ
ഈശോയെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഈശോയെ തള്ളിപ്പറഞ്ഞും ഉപേക്ഷിച്ചും അവർ ഭയന്ന് വിറച്ച് ഒരു മുറിയിൽ കൂടി അടച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അവിടെ ഈശോ വന്നു. ഉയർത്തെഴുന്നേറ്റ് ആദ്യം അവരുടെ അടുത്തേക്ക് വന്നു. അവരന്വേഷിച്ചു വന്നു, നിങ്ങൾ എവിടെയാണ്? അവർ വിചാരിച്ചിട്ടുണ്ടാകാം ഇനി എന്ത് ചെയ്യും, ഈ ദൈവം ഇത്രയും നമുക്ക് വേണ്ടി ചെയ്തിട്ട് നമ്മൾ ഈശോയെ തിരസ്കരിച്ചല്ലോ എന്ന് പറഞ്ഞ് കുറ്റബോധത്തിലും നിരാശയിലും ഗിൽറ്റി കോൺഷ്യസിലും എല്ലാം ഇരുന്ന അവരോട് കർത്താവ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. കരുണയാണ് അവിടെ കാണിച്ചത്. കരുണയുടെ ആദ്യത്തെ സമ്മാനം എന്നാണ് പിതാവ് പറഞ്ഞത്. കരുണയുടെ ആദ്യത്തെ സമ്മാനം. കർത്താവിനെ തിരസ്കരിച്ച അവരടുത്തേക്ക് കർത്താവ് ചെന്നിട്ട് പറഞ്ഞു, ആ തിരസ്കരണത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്നിട്ട് മാർപ്പാപ്പ പറയാണ്, അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്നെ തിരസ്കരിച്ചാലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു, ഞാൻ നിങ്ങളെ അയക്കുന്നു. കണ്ടോ, ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞത് സ്നേഹവും വിശ്വാസവും ഉള്ളത് കൊണ്ടല്ലേ. അവരെ ഡിസ്മിസ് ചെയ്തോ? ഇല്ല. അപ്പം ഈ ഒരു വിചാരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നമ്മളെപ്പോഴും നമ്മുടെ അകത്തൊരു അപകർഷതാബോധമാണ്. നമ്മൾ തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് ദൈവം നമ്മളെ ശിക്ഷിക്കും. നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ട് പോയി, അതുകൊണ്ട് ദൈവം ഇനി നമ്മളെ സ്നേഹിക്കില്ല. നമ്മൾ തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് ദൈവം നമ്മളെ അകന്നുപോയി, ദൈവം നമുക്ക് ദൂഷ്യം ചെയ്യും. അങ്ങനെ നമ്മൾ വിശ്വസിക്കുമെങ്കിൽ അവിടെ നമ്മുടെ വിശ്വാസം, ഞാൻ പറയാറുള്ള വാക്കാണ്, പേട്ടത്തേങ്ങ പോലെയാണ്. ഇത് ശരിക്കും നല്ലൊരു ഉദാഹരണമാണ്. നമ്മൾ നാട്ടിൽ നാളികേരം പറിച്ചിട്ട് അയാൾ ആ പറിച്ചിട്ടത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നല്ല മുഴുത്തിരിക്കണ നാളികേരം ചിലതെടുത്തിട്ട് വലിച്ചെറിയണം. അതെന്താ അത് കുഴപ്പം? അത് പേടാണ്, അതിൻ്റെ അകത്തൊന്നുമില്ല. കണ്ടാൽ നല്ല ക്രിസ്ത്യാനിയാണ്, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, ഭയങ്കര പ്രാർത്ഥനയാണ്, പക്ഷെ അകത്ത് കഴമ്പില്ല. അങ്ങനത്തെ ക്രിസ്ത്യാനികളാകരുത് നമ്മൾ. ആണോ? അല്ല. എങ്ങനെയാണെങ്കിലാണ് ഇതേമാതിരി നമ്മൾ ദൈവത്തെ തിരസ്കരിക്കാം, നമുക്ക് പാപം ചെയ്തെന്ന് വരാം, നമ്മൾ തെറ്റ് ചെയ്തെന്ന് വരാം. പക്ഷെ ആ സമയത്ത് ദൈവം നമ്മളെ ശിക്ഷിക്കുമെന്നും ദൈവം നമ്മളെ സ്നേഹിക്കില്ല എന്നും വിചാരിക്കുന്നതാണ് ഈ പേടാണ്. മറിച്ച ആ അവസ്ഥയിലും ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ കൈവിടില്ല. ഞാൻ എത്ര ബലഹീനനായാലും, ഞാൻ എത്ര ദുർബലനായാലും, ഞാൻ ദൈവത്തെ തിരസ്കരിച്ചാലും ദൈവം എന്നെ തിരസ്കരിക്കില്ല. ഞാൻ അവിശ്വസ്തനായാലും ദൈവം വിശ്വസ്തനാണ്. അതാണ് ഇവിടെ കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയങ്ങൾ ആഹ്ലാദിക്കട്ടെ. അതെവിടെയാണ്? 5:5 സങ്കീർത്തനം 105:3. സങ്കീർത്തനം 105. ദൈവത്തെ വിസ്മരിക്കുവാനും നിരസിക്കുവാനും മനുഷ്യന് കഴിയുമെങ്കിലും ജീവനും സൗഭാഗ്യവും കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെ അന്വേഷിക്കുന്നതിനായി ദൈവം ഓരോ മനുഷ്യനെയും വിളിക്കുന്നതിൽ നിന്ന് വിരമിക്കുന്നില്ല. ഈ ദൈവാന്വേഷണത്തിന് ബുദ്ധിശക്തിയുടെ സർവയത്നവും ഇച്ഛാശക്തിയുടെ ആർജവവും സത്യസന്ധമായ ഹൃദയവും ദൈവാന്വേഷണത്തിന് തന്നെ പരിശീലിപ്പിക്കുന്ന മറ്റുള്ളവരുടെ സാക്ഷ്യവും മനുഷ്യന് ആവശ്യമാണ്. ഹല്ലേലൂയ. ഈ ദൈവാന്വേഷണത്തിന് നമ്മുടെ ബുദ്ധിശക്തിയുടെയും സർവയത്നവും, അതാണ് ഇച്ഛാശക്തിയുടെ ആർജവവും സത്യസന്ധമായ ഹൃദയവും ദൈവാന്വേഷണത്തിന് തന്നെ പരിശീലിപ്പിക്കുന്ന, അതാണ് ഒരു പരിശീലനം ആവശ്യമുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ സാക്ഷ്യവും മനുഷ്യന് ആവശ്യമാണ്. മറ്റുള്ളവരുടെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ സഭാപിതാക്കന്മാർ മുതൽ മാർപ്പാപ്പ മുതലുള്ളവർ നമുക്ക് വേണ്ടി പരിശീലനം നൽകുന്നു. ഇതുണ്ട്, മാർപ്പാപ്പ എല്ലാ ദിവസവും നൽകുന്ന പ്രബോധനങ്ങൾ എത്ര ലളിതമാണ്. നമ്മുടെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് മാർപ്പാപ്പ ഓരോ പ്രബോധനവും നൽകുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും മാർപ്പാപ്പ നമ്മുടെ സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ മുറിവുകളാണ് ഈശോയുടെ ആ മുറിവ്. ഈശോ നമ്മുടെ മുറിവുകളിലൂടെ ഒരു പ്രണയകഥ എഴുതുന്നു. ഈശോ നമ്മുടെ മുറിവുകളിലൂടെ ഒരു പ്രണയകഥ എഴുതുന്നു എന്നെല്ലാം മാർപ്പാപ്പ പറയുന്നത്. ഇനി വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഒരു
മൈ കൺഫെഷനിൽ നിന്നുള്ള ഒരു പ്രസിദ്ധമായ ഉദ്ധരണിയാണ്, ഒരു പാരഗ്രാഫ് തന്നെയുണ്ട്. അതാണ് ദൈവത്തെ എത്ര നാൾ തേടിയെന്ന് അവസാനം ദൈവത്തെ കണ്ടെത്തിയ ആ ആനന്ദത്തിൻ്റെ ഒരു വലിയ ശബ്ദമാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ. കർത്താവേ, അങ്ങ് വലിയവനാകുന്നു, അത്യധികം സ്തുത്യർഹനാകുന്നു, അങ്ങയുടെ ശക്തി വലുതും അങ്ങയുടെ വിജ്ഞാനം അപരിമേയവുമാകുന്നു. അങ്ങയുടെ സൃഷ്ടിയിലെ വളരെ ചെറിയൊരു ഭാഗം മാത്രമായ മനുഷ്യൻ അങ്ങയെ സ്തുതിക്കാൻ മോഹിക്കുന്നു. മർത്യപ്രകൃതി ധരിച്ചവനും പാപത്തിൻ്റെ സാക്ഷ്യം പേറുന്നവനും അഹങ്കാരികളെ ചെറുക്കുന്നു എന്നതിന് തെളിവ് നൽകുന്നവനുമാണ് ഈ മനുഷ്യൻ. ഇതെല്ലാം ആയിരുന്നിട്ടും അങ്ങയുടെ സൃഷ്ടിയിലെ ചെറിയൊരു കണം മാത്രമായ മനുഷ്യൻ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങയെ സ്തുതിക്കുന്നതിലൂടെ ആനന്ദമടയാൻ അങ്ങ് തന്നെ അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങയെ സ്തുതിക്കുന്നതിലൂടെ ആനന്ദമടയാൻ അങ്ങ് തന്നെ അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് മൈ കൺഫെഷനിലെ ആദ്യത്തെ പാരഗ്രാഫ് തന്നെയാണ്. കാരണം അങ്ങ് ഞങ്ങളെ അങ്ങേക്കായി സൃഷ്ടിച്ചു. പ്രൈസ് ദ ലോർഡ്. അങ്ങ് ഞങ്ങളെ അങ്ങേക്കായി സൃഷ്ടിച്ചു. അങ്ങിൽ വിശ്രമം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. ഇതാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ മൈ കൺഫെഷൻ്റെ ആമുഖമാണ്, ആദ്യത്തെ പാരഗ്രാഫാണ്. അങ്ങ് ഞങ്ങളെ അങ്ങേക്കായി സൃഷ്ടിച്ചു. അങ്ങിൽ വിശ്രമം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. പ്രൈസ് ദ ലോർഡ്. അടുത്തത് 142-ാമത്തെ ഖണ്ഡികയാണ്. 142-ാമത്തെ ഖണ്ഡിക ദൈവത്തോടുള്ള മനുഷ്യൻ്റെ പ്രതികരണം. ആ പ്രതികരണത്തിൻ്റെ ആദ്യ ഭാഗമാണ്. അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ തൻ്റെ സ്നേഹത്തിൻ്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സ്വമിത്രങ്ങളോടെന്ന പോലെ സംഭാഷിക്കുന്നു. ഇത് വലിയ ഒരു രഹസ്യമാണ്. നമ്മൾ ബൈബിള് മുഴുവനിലും വായിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് അത്രയ്ക്ക് പ്രത്യേകമായിട്ടുള്ളതായതുകൊണ്ടാണ് അത് സൂക്ഷിച്ച് മറച്ചു വച്ചിരിക്കുന്നത്. എനിക്കൊരു അച്ഛൻ, ഒരു സ്നേഹിതനായ വൈദികൻ ഒരു ബൈബിൾ സമ്മാനം തന്നപ്പോൾ അത് ഒരു സുവർണ പെട്ടി, ഒരു സ്വർണ്ണ എന്താ പറയുക, ഫോയിലുള്ള ഒരു ബോക്സിലാണ്. എന്നിട്ട് അദ്ദേഹം അതെൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നിട്ട് അതങ്ങ് അൺവെയിൽ ചെയ്തു, തുറന്നു. അകത്തിരിക്കണ നിധി എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, തോമസ് പോളെ, 7 വർഷമായി ഈ ബൈബിൾ എൻ്റെ കയ്യിലിരിക്കണം, ഇതാർക്ക് കൊടുക്കണം? അപ്പോൾ അത് ഹിന്ദി മേഖലയിലാണ്, അവർ ഹിന്ദി ബൈബിളാണ് ഉപയോഗിക്കുന്നത്. ഈ ഇംഗ്ലീഷ് ബൈബിള് ഇതാർക്ക് കൊടുക്കണം? അദ്ദേഹം വളരെ എളിമയോട് പറയാണ്, ഞാനിത് വായിക്കാനും പഠിക്കാനും അർഹനല്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ ഹിന്ദിയാണല്ലോ പഠിക്കണത്, ഇതാർക്ക് കൊടുക്കണം എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കണ്ടെത്തി. ആളെ കണ്ടെത്തി. ഇത് തോമസ് പോളിന് തരികയാണ്. ഞാൻ പറയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളിൽ ഏറ്റവും ഉന്നതമായ ഒരു സമ്മാനമാണ്. അന്ന് മുതൽ ഞാൻ ആ ന്യൂ അമേരിക്കൻ ബൈബിൾ, ഞാൻ പലരോടും പറയാറുണ്ട്, ആ ന്യൂ അമേരിക്കൻ ബൈബിളിൻ്റെ പ്രത്യേകത അതിലെ ഓരോ വാക്കുകൾക്കും അതിന് ക്രോസ് റെഫറൻസും ഇൻ്റർപ്രിറ്റേഷനും ഒക്കെ ഉള്ള ബൈബിളാണ്. അങ്ങനത്തെ നല്ലൊരു ബൈബിള് നിങ്ങളുടെ കയ്യിൽ വേണം. എന്നെ സുവിശേഷം പഠിക്കാൻ സഹായിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഉപകരണമാണത്. നിങ്ങളെല്ലാവരോടും ഞാൻ പറയുകയാണ്, നമ്മൾ എന്തെല്ലാം കാര്യത്തിന് ചിലവാക്കുന്നു, കുറച്ച് പൈസ കൂടുതൽ ചിലവാക്കി നല്ല ഒരു റെഫറൻസ് ബൈബിൾ വീട്ടിലുണ്ടാകണം. ഇനിയും വീട്ടിൽ ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് തന്നെ ഞാൻ പറയും. ഓരോരുത്തർക്കും എത്ര മക്കളുണ്ടോ അവർ ഓരോരുത്തർക്കും നല്ല ഒരു റെഫറൻസ് ബൈബിൾ അത് അവരുടെ സ്വന്തമായിട്ടുണ്ടാകണം. ഓക്കെ, അങ്ങനെ ഇടയിൽ പറഞ്ഞെന്നുള്ളൂ. അദൃശ്യനായ ദൈവം, ഇത്രയും പറയാൻ വേണ്ടിയാണ്. വെളിപാടിലൂടെ, ഈ വെളിപാട് എന്ന് പറയുന്നത്
ഒരുപാട് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. ഒരുപാട് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന കാലഘട്ടം. അതിന് വിശദാംശത്തിലേക്ക് കയറുന്നില്ല. വെളിപാട് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. റെവലേഷൻ, റീവെയിലിംഗ്, ആ വെയിൽ മാറ്റുന്നു. തൻ്റെ സ്നേഹത്തിലൂടെ, സ്നേഹത്തിൻ്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സ്വമിത്രങ്ങളോടെന്ന പോലെ സംഭാഷിക്കുന്നു. തൻ്റെ സൗഹൃദ വലയത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതിനും സ്വീകരിക്കേണ്ടതിനുമായി അവിടുന്ന് അവർക്കിടയിൽ ചരിക്കുന്നു. ഡൈവർബം കൊളോസ്യസ് 1:15 കുറേ വചനങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അത് മുഴുവൻ ഇപ്പോൾ നമ്മൾ വായിക്കുന്നില്ല, കാരണം ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഈ ക്ഷണത്തിന് മനുഷ്യർ നൽകുന്ന സമുചിത പ്രത്യുത്തരമാണ് വിശ്വാസം. ഈ ക്ഷണത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ അടുത്ത ഒരു പാരഗ്രാഫിലേക്കൊന്ന് മുന്നേറാണ്. ഈ പ്രാർത്ഥനയുടെ വെളിപാടിനെക്കുറിച്ച് ഇപ്പോൾ ആദ്യം 2 ഖണ്ഡികയിൽ അതിൻ്റെ ഒരു ആമുഖമാണ്. ഇനി വിശദാംശത്തിലേക്ക് പോകുമ്പോൾ വകുപ്പ് 1 പഴയ നിയമത്തിൽ 2568 ചിരി ഓടിച്ചു പോവുകയാണ്. 2568 ഇത് എളുപ്പം മനസ്സിലാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഓൾറെഡി എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പഴയ നിയമഗ്രന്ഥത്തിൽ മനുഷ്യൻ്റെ പതനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ഇടയിലാണ് പ്രാർത്ഥനയുടെ വെളിപാടുണ്ടാകുന്നത്. അതാണ് മനുഷ്യൻ്റെ പതനത്തിൻ്റെ, നമ്മളിതിൻ്റെ ആരംഭം മുതൽ പറഞ്ഞു തുടങ്ങിയതാണ്. മനുഷ്യൻ ദൈവത്തെ എതിരെ പാപം ചെയ്തു എങ്കിലും അവൻ്റെ ഛായ നഷ്ടപ്പെടുന്നില്ല. അവൻ്റെ സാദൃശ്യമാണ് മങ്ങലേറ്റത്, എന്നാൽ ഛായ നഷ്ടപ്പെടുന്നില്ല. പഴയ നിയമഗ്രന്ഥത്തിൽ മനുഷ്യൻ്റെ പതനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും അവിടെ വെച്ച് തന്നെ വീണ്ടെടുപ്പ് ആരംഭിച്ചു എന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ. ഇവിടെ പറയുന്നത് പഴയ നിയമഗ്രന്ഥത്തിൽ മനുഷ്യൻ്റെ പതനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ഇടയിലൂടെ പ്രാർത്ഥനയുടെ വെളിപാടുണ്ടാകുന്നത്. നിങ്ങൾ എവിടെയാണ്? ആരോട് സംസാരിക്കുന്നു? ദൈവം പാപം മൂലം അധപ്പതിച്ച തൻ്റെ മകനായ ആദത്തിനോട് സംസാരിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്തത്? ജനസിസ് 3:9-13. ജനസിസ് 3:9-13. നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന ദൈവത്തിൻ്റെ ആദി മക്കളോടുള്ള ആ വാക്ക് ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ മക്കളാണവർ. ആദി മക്കളോടുള്ള ചോദ്യത്തിൻ്റെയും ലോകത്തിലേക്ക് വന്ന അവിടുത്തെ ഏകജാതൻ അതിന് നൽകിയ പ്രത്യുത്തരത്തിൻ്റെയും. അപ്പോൾ ഇതിന് പ്രത്യുത്തരം ഈശോ ആണ് പറയുന്നത്. ദൈവമേ, അങ്ങയുടെ തിരുഹിതം നിർവഹിക്കാൻ ഞാനിതാ വന്നിരിക്കുന്നു. എബ്രായർ 10:5-7 വചനങ്ങളിൽ ദൈവമേ, അങ്ങയുടെ തിരുഹിതം നിർവഹിക്കാൻ ഞാനിതാ വന്നിരിക്കുന്നു. ഇതാണ് ആദ്യ ആദത്തിൻ്റെ തിരസ്കരണവും രണ്ടാമത്തെ ആദത്തിൻ്റെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സകല മനുഷ്യർക്കും വേണ്ടി ചെയ്ത രക്ഷാകര പദ്ധതി, ഉദ്ധാരണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കാൻ പോയത്. ദൈവമേ, അങ്ങയുടെ തിരുഹിതം നിർവഹിക്കാൻ ഞാനിതാ വന്നിരിക്കുന്നു. അവിടുത്തെ ഏകജാതൻ അതിന് നൽകിയ പ്രത്യുത്തരത്തിൻ്റെയും ഇടയിലാണ് അത് സംഭവിച്ചത്. എന്ത് സംഭവിച്ചത്? പ്രാർത്ഥനയുടെ വെളിപാടുണ്ടാകുന്നത്. അപ്പോൾ ആദ്യ ആദം, രണ്ടാം ആദം, ഇവർ 2 പേരുമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പ്രധാന. നമ്മൾ 1-ാം സങ്കീർത്തനത്തിൽ ഇതേക്കുറിച്ച് കേട്ടതാണ്. ചരിത്ര സംഭവങ്ങൾക്കിടയിൽ ദൈവവും മനുഷ്യനും തമ്മിൽ പുലർത്തുന്ന ബന്ധം എന്ന നിലയിൽ മാനവ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് പ്രാർത്ഥന. ചരിത്ര സംഭവങ്ങൾക്കിടയിൽ ഇതൊരു നടന്ന സംഭവമാണ്. ആദം വെറും ഒരു സിംബോളിക് അല്ല, ആദം ഒരു ചരിത്ര വ്യക്തിയാണ്. ദൈവം സൃഷ്ടിച്ച
ആദ്യ മനുഷ്യനാണ് ആദം. അതൊരു വെറും സിംബോളിസമായിട്ട് ആരും കണക്കാക്കരുത്. ചരിത്ര സംഭവങ്ങൾക്കിടയിൽ ദൈവവും മനുഷ്യനും തമ്മിൽ പുലർത്തുന്ന ബന്ധം എന്ന നിലയിൽ മാനവ ചരിത്രവുമായി കണ്ടോ ബന്ധപ്പെട്ടതാണ് പ്രാർത്ഥന. ഇനി ഇതിൽ 410 കണ്ണി, മനുഷ്യൻ്റെ പതനശേഷം ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. പ്രൈസ് ദ ലോർഡ്. 410, മറിച്ച് ദൈവം അവനെ വിളിക്കുകയും തിന്മയുടെ മേൽ നന്മയ്ക്ക് ലഭിക്കാനിരിക്കുന്ന വിജയവും വീഴ്ചയിൽ നിന്നുള്ള പുനരുദ്ധാരണവും നിഗൂഢമായി അറിയിക്കുകയും ഉണ്ടായി. പ്രൈസ് ദ ലോർഡ്. 304 ജനസിസ് 3:9-15. അതിന് പ്രോട്ടോ എവങ്കേലിയം എന്ന് പറയും, ആദ്യത്തെ സുവിശേഷം. അതാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ വിവരണ ഭാഗത്തെ ആദിമ സുവിശേഷം പ്രോട്ടോ എവങ്കേലിയം എന്നാണ് വിളിക്കുന്നത്. മിശിഹായും രക്ഷകനുമായവൻ്റെ ആഗമനം, സർപ്പവും സ്ത്രീയും തമ്മിലുള്ള യുദ്ധം, സ്ത്രീയുടെ ഒരു സന്തതി കൈവരിക്കാനിരിക്കുന്ന അന്തിമ വിജയം, ഇവയാണ് അതിൻ്റെ ഉള്ളടക്കം. കണ്ടോ? അപ്പോൾ ആ ഏദേനിൽ തന്നെ വെച്ച് ഈ പതനത്തിൻ്റെയും അതിൻ്റെ രക്ഷയുടെയും സംഭവം അവിടെ ആരംഭിക്കുകയാണ്. രക്ഷ ആദിമ സുവിശേഷം പ്രോട്ടോ എവങ്കേലിയം ആരംഭിക്കുകയാണ്. ഇനി അടുത്തത് 1736 1700 എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം. 1736, അതെ, ഇതാ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം. നേരിട്ടുള്ള 1736 നേരിട്ടുള്ള തീരുമാനത്തോടെ ചെയ്യപ്പെടുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റെ കർത്താവ് ആരോപണ വിധേയനാണ്. അങ്ങനെ ഏതേൻ തോട്ടത്തിലെ പാപത്തിന് ശേഷം ഹവ്വായോട് കർത്താവ് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തിരിക്കുന്നത്? അവിടെ നിന്ന് കായേനോടും അതേ ചോദ്യം ചോദിച്ചു. ദാവീദ് ഊറിയായുടെ ഭാര്യയായി വ്യഭിചരിക്കുകയും ഊറിയായെ വധിക്കുകയും ചെയ്തപ്പോൾ നാഥാൻ പ്രവാചകൻ അയാളോട് ഇതേ വിധത്തിൽ ചോദിച്ചു. ഒരു പ്രവൃത്തി ഒരാൾ അറിയേണ്ടിയിരുന്നതോ ചെയ്യേണ്ടിയിരുന്നതോ ആയ ഒരു സംഗതിയുടെ അവഗണനയുടെ ഫലമായി ഉണ്ടാകുമ്പോൾ അത് പരോക്ഷമായി മനസ്സറിവോടെയുള്ള പ്രവൃത്തിയാകും. ഉദാഹരണത്തിന് ഗതാഗത നിയമങ്ങളുടെ അജ്ഞതയിൽ നിന്നുണ്ടാകുന്ന ഒരു അപകടം. കണ്ടോ? ആ അപകടം ഉണ്ടായത് ഗതാഗത നിയമത്തിൻ്റെ അജ്ഞത കൊണ്ടാണ് ഉണ്ടായത്. അപ്പോൾ ആ അജ്ഞതയുടെ കാരണമാണ് ഈ ഉത്ഭവ പാപം മുഴുവൻ. ഒരജ്ഞതയാണ് അവിടുത്തെ പ്രധാന കാര്യം. പിശാച് പറയുകയാണ്, ഈ തോട്ടത്തിലെ മത്സ്യങ്ങളുടെ ഫലങ്ങൾ ഭക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്കെല്ലാം ഭക്ഷിക്കാമല്ലോ, ഒരെണ്ണം മാത്രം ഭക്ഷിക്കരുതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പിശാച് പറയുകയാണ്, പിന്നെ ഇപ്പം എല്ലാം ഭക്ഷിക്കുകയാണെങ്കിൽ ഒരെണ്ണം മാത്രം ഭക്ഷിച്ചില്ലെന്ന് വിചാരിച്ചപ്പോൾ എന്തുണ്ടാവാൻ പോണേ? അയ്യോ, അത് ഭക്ഷിക്കുന്ന നിമിഷം ഞങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മരിക്കില്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അപ്പോൾ എന്താണ് അവിടെ അജ്ഞത? ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. എന്താ അജ്ഞത? അവർ ദൈവത്തെ പോലെ ആയിരുന്നു എന്നുള്ള കാര്യം അവരറിയുന്നില്ല. ഇതല്ലേ ഇന്നും നമ്മളുടെ അവസ്ഥ. നമ്മൾ ഈശോ മിശിഹായിൽ ഈശോയുടെ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥ സ്വീകരിച്ചിട്ടും നമുക്ക് ഈ അറിവുണ്ടോ? ഇപ്പോഴും നമ്മളുടെ അജ്ഞത മാറണം. അപ്പോൾ 1736, അടുത്തത് 2738. അത് പ്രാർത്ഥനയുടെ കാര്യമാണ്. 2700 എന്ന് പറയുമ്പോൾ 2738 കോണ്ടംപ്ലേഷൻ പ്രയറിനെ കുറിച്ചാണ്. പ്രാർത്ഥനയുടെ പോരാട്ടം. 2738 ഇതാ നമ്മുടെ പ്രാർത്ഥന ഫലപ്രദമാകുന്നത് എങ്ങനെ? 2738 രക്ഷാകര പദ്ധതിയിൽ പ്രാർത്ഥനയെപ്പറ്റിയുള്ള വെളിപാട് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെ അടിത്തറ ചരിത്രത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാകുന്നു എന്നതാണ്. കണ്ടോ? വിശ്വാസത്തിൻ്റെ അടിത്തറ ചരിത്രത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാകുന്നു എന്നതാണ്. അവിടുത്തെ സർവോത്കൃഷ്ടമായ പ്രവർത്തനം സ്വപുത്രൻ്റെ പീഡാസഹനവും ഉയർത്തെഴുന്നേൽപ്പും പുത്രസഹജമായ നമ്മുടെ ആശ്രയബോധത്തെ ഉദ്ദീപ്തമാക്കുന്നു. മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ പദ്ധതിയായ അവിടുത്തെ പരിപാലനയോടുള്ള സഹകരണമാണ് ക്രൈസ്തവ പ്രാർത്ഥന. ഈശോയെ നന്ദി, ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു.